ഈ സെഷനകത്ത് നമ്മൾ പുതിയൊരു തിയറമാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇഫ് xn and sequence yn are convergent sequence of real numbers and if xn less than or equal to yn for all n belongs to n, then limit xn less than or equal to limit yn. അപ്പൊ അതായത് xn-ഉം yn എന്ന് പറഞ്ഞ കൺവേർജന്റ് ആയിട്ടുള്ള രണ്ട് സീക്വൻസ് നമുക്ക് റിയൽ നമ്പറിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ xn എന്ന് പറയുന്നത് yn-നേക്കാളും ചെറുതായിരിക്കും എപ്പോഴും. അങ്ങനെയാണെങ്കിൽ അവരുടെ ലിമിറ്റും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ xn എന്ന് പറയുന്ന സീക്വൻസ് എന്താണ്, കൺവേർജന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സീക്വൻസ് കൺവേർജന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്നത് ഒരു പോയിന്റിലേക്കായിരിക്കും. അതിനെയാണ് ഞാൻ എന്ത് പേര് വിളിക്കുന്നത്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് പേര് വിളിക്കുന്നത്. അതായത് ലിമിറ്റ് xn ഈക്വൽ ടു എക്സ്. ഇതേപോലെ yn എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ കൺവേർജ് ചെയ്തിരിക്കുന്ന ഏതിലെ പോയിന്റിലേക്കായിരിക്കും, y എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണെന്ന് ഞാൻ വിളിക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുന്നതാണ്. ഇതിനിപ്പോൾ വൈക്ക് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ എക്സിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാല്യൂ എടുത്താലും കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ലിമിറ്റ് yn എന്ന് പറയുന്ന ആളെ ഇപ്പൊ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത് y-ലേക്ക് ആയതുകൊണ്ട് ലിമിറ്റ് yn എന്ന് പറയുന്ന ആളെ y ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്കിനി കാണിക്കേണ്ടത് എന്താണ്, ലിമിറ്റ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് yn. അതായത് ലിമിറ്റ് xn എന്ന് പറഞ്ഞ ആൾ ആരാണ്, എക്സ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് y എന്ന് പറഞ്ഞ ആൾ ആരാണ്, y. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി കാണിക്കേണ്ടത് എന്താണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം അതിന്റെ കോൺട്രഡിക്ഷൻ എടുക്കുന്നു. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ അല്ലാന്ന് ചിന്തിക്കുന്നു. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെന്ന് ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ, എക്സ് വലുതായതുകൊണ്ട് എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 ആണ്. ആ ക്വാണ്ടിറ്റീനാണ് ഞാൻ എന്ത് പേര് വിളിക്കുന്നത്, എപ്സിലോൺ എന്ന് പറഞ്ഞ് തൽക്കാലം പേര് വിളിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും തന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇറങ്ങിച്ചെല്ലാം. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ലിമിറ്റ് xn എന്ന് പറയുന്ന ആൾ എക്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം xn എന്ന് പറഞ്ഞാൽ കൺവേർജന്റ് ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ ലിമിറ്റ് ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നാച്ചുറൽ നമ്പർ കൊണ്ടുവരാൻ പറ്റും. ആ നാച്ചുറൽ നമ്പറിന് മുകളിലുള്ള എല്ലാ xn-കൾക്കും എന്ത് സംഭവിക്കും, xn-കളും അതുപോലെ അതിന്റെ ലിമിറ്റ് ആയിട്ടുള്ള എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇതാണ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ എപ്സിലോണും അത് ട്രൂ ആണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ എപ്സിലോൺ, അതിനും ഇത് ട്രൂ ആണ്. അപ്പൊ അതായത് ഈ എപ്സിലോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റണം, ഒരു നാച്ചുറൽ നമ്പർ കൊണ്ടുവരാൻ പറ്റണം. ആ നാച്ചുറൽ നമ്പർ ഞാൻ തൽക്കാലം k1 എന്ന് പറഞ്ഞ് പേര് വിളിച്ചിരിക്കുന്നു. സച്ച് ദാറ്റ് മോഡ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. അതായത് നമ്മുടെ ഡെഫിനേഷൻ മാത്രം എന്ത് ചെയ്തിരിക്കുന്നു, ജനറൽ അല്ല ഡെഫിനേഷൻ, നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു എപ്സിലോണിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ തിരിച്ചും വരുന്നത് ലിമിറ്റ് yn ഈക്വൽ ടു y. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു k2 n-നകത്ത് കൊണ്ടുവരാൻ പറ്റും. such that yn mod yn minus y less than epsilon by 2 for all n greater than or equal to k2. അപ്പൊ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന അടുത്ത് എപ്പോഴും എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സീക്വൻസിനും കമ്പയർ ചെയ്യാനാണ് ആവശ്യമുള്ളത്. അപ്പൊ ഇത് രണ്ടും ട്രൂ ആവുന്ന രീതിയിലുള്ള ഒരു ഇന്റിജറിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ ടെക്നിക്കാൻ ഉപയോഗിക്കുന്നു. എന്താണ്, k ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്, k1-ന്റെയും k2-ന്റെയും മാക്സിമം ഏതാണ് അയാളെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, k ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മൾ എടുക്കുവാണ് ഇപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് പറയുന്ന അർത്ഥം എന്താണ്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ആൻഡ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2. കാരണം എന്താ, ഒന്നുകിൽ k1, നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ k1 ഗ്രേറ്റർ ദാൻ k2, അല്ലെങ്കിൽ k2 ഗ്രേറ്റർ ദാൻ k1, അല്ലെങ്കിൽ k1 ഈക്വൽ ടു k2. ഇതിൽ ഏത് കേസും മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആളിനെ k ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 സംഭവിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ k ആകുമ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2 എന്ന് പറഞ്ഞ കണ്ടീഷനും ട്രൂ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടാമത്തെ കേസും ട്രൂ ആയിരിക്കും. അപ്പൊ ഇനി മുതൽ n ഗ്രേറ്റർ ദാൻ k ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ സമയം എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ആളെ നോക്കാം. ഒന്നാമത്തെ ആൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, മോഡ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോ ഇതിനെ മോഡുലസിന്റെ ഡെഫിനേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇതാണ് നമുക്ക് കിട്ടുക. ഇനി എനിക്കിവിടെ xn മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ത്രൂ ഔട്ട് ഇതിനെ എക്സ് വെച്ചിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് നമ്മൾ ചെയ്യും, എക്സ് മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ xn മൈനസ് എക്സ് പ്ലസ് എക്സ് ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ ബൈ 2.
അതായത് നമുക്ക് എന്ത് കിട്ടും? x minus epsilon by 2 less than xn less than x plus epsilon by 2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്ത് നമുക്ക് ഇവിടെ എന്തും കിട്ടും? y minus epsilon by 2 less than or equal to yn less than y plus epsilon by 2 for all n greater than or equal to k. n greater than or equal to k ആവുമ്പോൾ, അല്ലെങ്കിൽ ഇത് ട്രൂ ആവണം എപ്പോഴാണ്? n greater than or equal to k1, I mean k. ഇതും എന്താണ്? n greater than or equal to k. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ഇത് ട്രൂ ആവുന്നത്. അപ്പോൾ k-നേക്കാളും വലുതാവുന്ന സമയത്ത് ഇത് രണ്ടും ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn എന്ന് പറഞ്ഞ സീക്വൻസ് ഉണ്ടെന്നാണ് നമ്മുടെ കയ്യിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? x ഗ്രേറ്റർ ദാൻ y എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ നോക്കുന്നത്? കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആ ഡിഫറൻസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷനോ മറ്റോ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ ടേമിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ആവശ്യമുള്ള ഈ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് ഞാൻ എന്ത് ചെയ്തു? എക്സ് എൻ ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതുപോലെ തന്നെ വൈ എൻ ലെസ് ദാൻ വൈ പ്ലസ് എപ്സിലോൺ ബൈ 2 അതിനെ ഇക്വേഷൻ നമ്പർ 4 ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് എക്സ് എൻ മൈനസ് വൈ എൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 മൈനസ് 4 ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ ഞാനിവിടെ തൽക്കാലം ചെയ്തിരിക്കുന്നത് ആദ്യം ഈ 4ൽ നിന്ന് അതിന്റെ മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 5 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പൊ ഇനിയിപ്പോ 3 മൈനസ് 4 എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആണ് എന്ത്? 3 പ്ലസ് 5 എന്ന് പറയുന്നത് ഈക്വലന്റ് ആണ്. അപ്പൊ നമുക്കത് 3 പ്ലസ് 5 ചെയ്ത് നോക്കാം. അങ്ങനെ 3 പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? എക്സ് എൻ മൈനസ് വൈ എൻ രണ്ട് സൈഡിലും ഗ്രേറ്റർ ദാൻ. അപ്പൊ ഗ്രേറ്റർ ദാൻ ഇവിടെ എന്താ ഉള്ളത്? എക്സ് മൈനസ് എപ്സിലോൺ ബൈ 2, എക്സ് മൈനസ് എപ്സിലോൺ ബൈ 2, അടുത്തത് പ്ലസ് വൈ മൈനസ് മൈനസ് എപ്സിലോൺ ബൈ 2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതായത് എക്സ് എൻ മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് വൈ. എക്സ് ഇവിടെ ഉണ്ട്, മൈനസ് വൈ ഇവിടെ ഒരുമിച്ച് എഴുതി. ഈ മൈനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് മൈനസ് എപ്സിലോൺ ബൈ 2 മൈനസ് എപ്സിലോൺ ബൈ 2. അതായത് എക്സ് എൻ മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് വൈ മൈനസ് എപ്സിലോൺ ബൈ 2 മൈനസ് എപ്സിലോൺ ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് എപ്സിലോൺ. പക്ഷേ എപ്സിലോൺ എന്ന് പറയുന്ന ആൾ ആരാണ്? എക്സ് മൈനസ് വൈ ആണ്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ്? ഇവിടെ നോക്കാം. എപ്സിലോൺ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇത് ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് എക്സ് എൻ മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സ് എൻ മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എക്സ് എൻ മൈനസ് വൈ എൻ എന്ന് പറയുന്ന ആൾ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എക്സ് എൻ എന്ന് പറയുന്ന ആള് വൈ എന്നിനേക്കാളും വലുതാണ്. പക്ഷെ നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എക്സ് എൻ എന്ന് പറയുന്ന ആള് എപ്പോഴും വൈ എന്നിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കണം. പക്ഷെ നമുക്കിവിടെ കിട്ടിയത് എന്താണ്? എക്സ് എൻ ഗ്രേറ്റർ ദാൻ വൈ എൻ. അതിന്റെ കാരണം എന്തായിട്ട് നമ്മൾ എടുത്തത്? ഇതിന്റെ ലിമിറ്റ് ഇങ്ങനെ ആവില്ല, അല്ലെങ്കിൽ എക്സ് എൻ്റെ ലിമിറ്റും വൈ എൻ്റെ ലിമിറ്റിനേക്കാൾ വലുതാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് എൻ എന്ന് പറഞ്ഞ ആള് വൈ എന്നേക്കാളും വലുതായിരിക്കണം എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ ആണ് വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് എക്സ് എൻ എന്ന് പറയുന്ന ആള് സീക്വൻസ് വൈ എൻ എന്ന് പറഞ്ഞ സീക്വൻസിനേക്കാളും ചെറുതാവുന്ന സമയത്ത് അതിന്റെ ലിമിറ്റുകളും അതേ രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും മറ്റൊരു റിസൾട്ടിലേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു കൊറോളറിയിലേക്ക് എത്താം. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഇഫ് എക്സ് എൻ is a convergent sequence of real number and if a less than or equal to xn less than or equal to b for all n belongs to n, then a less than or equal to limit xn less than or equal to b. അപ്പൊ xn എന്ന് പറയുന്ന എന്താണ്? ഒരു കൺവേർജന്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. നമ്മൾ റിയൽ നമ്പർ എന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ a less than or equal to xn less than or equal to b. അപ്പൊ a യും b എന്ന് പറഞ്ഞ ആൾക്കാർ ആരാണ്?
എയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതിവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, എന്നാലും ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് ഇവിടെ മൊത്തം നമ്മൾ റിയലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അത് എഴുതി വയ്ക്കാം. ഫോർ സം എ കോമ ബി ബിലോങ്സ് ടു ആർ. നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചുമ്മാ എഴുതി വയ്ക്കാം. അപ്പൊ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലിമിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിത് നോക്കി നോക്കാം. എന്താണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എൻ ഈക്വൽ ടു 1 കൊടുത്തു, ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ട്രൂ ആയതുകൊണ്ട്. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അങ്ങനെ 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 എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ സീക്വൻസ് എന്ന രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന കാര്യം എന്താണ്, ഇവിടെ x1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എ കിട്ടുന്നുണ്ട്, ഇവിടെ ബി കിട്ടുന്നുണ്ട്, എ കിട്ടുന്നുണ്ട്, x2 കറസ്പോണ്ടിങ് ആയിട്ട് എ കിട്ടുന്നുണ്ട്, ബി കിട്ടുന്നുണ്ട്. അപ്പൊ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സീക്വൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീക്വൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീക്വൻസ് ബി എന്നാണ്. അപ്പൊ അതായത് സീക്വൻസ് എ എന്ന് പറഞ്ഞ ആൾ ആരാണ്, എ എ എ എ എന്ന് പറഞ്ഞ അങ്ങ് പോയിക്കോളുന്നു. ഇതാരാണ്, ബി എന്ന് പറയുന്ന ആൾ ആരാണ്, സീക്വൻസ് ബി എന്ന് പറയുന്ന ആള് ബി 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 എന്ന് പറഞ്ഞ അങ്ങ് പോകുന്നു. എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് ആരാണ്, x1 x2 അങ്ങനെ 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 ചെയ്തുകൊണ്ട് അതും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താണ്, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എ എന്ന് പറഞ്ഞ ആൾക്കാർ സത്യത്തിൽ എന്താണ്, അത് സീക്വൻസ് എ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതിന്റെ കോൺസ്റ്റന്റ് സീക്വൻസ് എന്താണ്, എ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാനിപ്പോ ആദ്യം കമ്പയർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് സീക്വൻസ് ബി 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 എന്ന് പറഞ്ഞ ആൾ എടുക്കുന്നു. അതിങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിനെ y എന്ന് പറഞ്ഞ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കേസിനകത്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നായതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച തിയറി പ്രകാരം നമുക്ക് എന്ത് മനസ്സിലായി, ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് വൈ എന്ന് പറഞ്ഞ് കിട്ടി. അതായത് ലിമിറ്റ് ഓഫ് കോൺസ്റ്റന്റ് സീക്വൻസ് ബി 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 എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് സീക്വൻസിലെ ലിമിറ്റ് എന്തെന്നെയായിരിക്കും, ആ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അപ്പൊ അതായത് നമുക്ക് കിട്ടിയത് എന്താണ്, ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ ഞാൻ പേര് വിളിച്ചു. ഇതേ രീതി പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, തിരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ നമ്മുടെ കയ്യിലുള്ളത്, എ സീക്വൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അങ്ങനെയാണെങ്കിൽ നേരത്തെ തിയറി പ്രകാരം നമുക്ക് എന്താണ്, ലിമിറ്റ് ഓഫ് സീക്വൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എൻ. പക്ഷെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, കോൺസ്റ്റന്റ് സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് തന്നെയാണ്. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ്. ഇതിനാണ് നമ്മൾ എന്ത് പേര് വിളിച്ചിരിക്കുന്നത്, ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് പേര് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഉം 2 ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പൊ ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ കൊറോളറിയും കൂടി